ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഓണം സദ്യ സീരീസസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സീരീസിലേക്ക് പോവാം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ കുമ്പളം പച്ചടിയാണ് കേട്ടോ. നമ്മൾ സാധാ ഇളവൻ കുമ്പളം ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കാം. ഞാൻ അന്ന് ഒരു മത്തൻ കുമ്പളത്തിൻ്റെ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഓണം സീരീസസ് ഫസ്റ്റ് ഉണ്ടാക്കിയ ഫുഡ് അതാട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ അടിപൊളി കുമ്പളങ്ങ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ വായോ എല്ലാവർക്കും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള കുമ്പളം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുമ്പളമാണ്. അപ്പോൾ പിന്നെ ഈ കുമ്പളം വെച്ചിട്ടാണ് ഞാൻ ഓലനും അവിയലും ഒക്കെ എടുത്തിട്ടുള്ളത്. ഈ കുമ്പളം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ബാക്കി കുമ്പളമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇത് ഓരോ ദിവസം ആകുമ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് പിറ്റേ ദിവസം എടുക്കും. അങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചടിക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഈ ഒരു കാണുന്ന ഈ റൗണ്ട് കുമ്പളം മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അധികം നമുക്ക് ആവശ്യമില്ല. ഈ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മുടെ പച്ചടി ഇവിടെ നമ്മൾ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ തോലൊക്കെ ചെത്തി എടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് ചെറിയ കഷ്ണാക്കി മുറിച്ചെടുക്കണം കേട്ടോ. പിന്നെ നേരിയ ഒരു ചെറിയ കഷ്ണാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 3-4 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. സദ്യ ഉണ്ടാക്കുന്ന ഓരോരോ ഐറ്റംസ്, അതായത് പച്ചടി, പുളിയിഞ്ചി, നമ്മുടെ അവിയൽ, അങ്ങനെ ഓരോരോ ഐറ്റംസിൻ്റെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതേപോലെ നേരി പീസസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പീസസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഓണം എത്തിയല്ലോ. ഓണത്തിന് മുമ്പ് എനിക്ക് എൻ്റെ ഈ ഓണം സദ്യ സീരീസ് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് ഭയങ്കര സ്ലോ ആണ്. എല്ലാ ദിവസവും എടുക്കുന്നുമില്ല. അപ്പോൾ ഞാൻ പറ്റുന്ന ഐറ്റംസ് പറ്റുന്ന അത്രയും ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ കുമ്പളം ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത്ര കുമ്പളത്തിന് ആവശ്യം നമുക്കുള്ളൂ കേട്ടോ. അധികമായ പിന്നെ ഒരു നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനാണല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് കഴുകിയിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പക്ഷേ ഞാൻ കുക്കറിൽ ഇട്ടിട്ട് വിസിൽ കയറ്റുന്നില്ല. കുക്കറിൽ അടച്ച് വെച്ചിട്ട് ഞാൻ വേവിക്കൊണ്ടിരുന്നത്. വിസിൽ വയ്ക്കാനെടുത്താൽ ഒരുപാടങ്ങ് വെന്ത് പോവും. അതുപോലെ പച്ചടി വേഗം ഒന്ന് കലങ്ങിപ്പോയ പോലെ ഇരിക്കും. നമുക്ക് ഈ ഒരു കുമ്പളം വിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ സാധാ വേവിച്ച് തന്നെ എടുക്കണം കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ കുറച്ച് പാത്രത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാനിവിടെ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളകിൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് മുറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അതും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് അതിന് ശേഷം ഞാൻ കുറച്ച് ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാനിത് വേവിച്ച് അടുപ്പത്ത് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത് എങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഇത് നമ്മൾ വെന്തോ നോക്കി നോക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് തിളവന്നിപ്പോൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് വേറുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കുക. അതിന് വേണ്ടി ഞാൻ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ തൈരും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അരച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് കടുക് ആഡ് ചെയ്യും. എന്നിട്ട് കടുകും കൂടി ഒന്ന് നമ്മൾ അരച്ചെടുക്കും കേട്ടോ. കടുക് ലാസ്റ്റ് നിമിഷം നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയും വേണം കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ പിന്നെ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പച്ചടി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് എന്നിട്ട് തണിയാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. ചൂടോടുകൂടി ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ അരപ്പ് ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. കുറച്ച് തണിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അരപ്പ് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ചും കൂടി നമ്മൾ തൈര് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം തൈരാണോ ആവശ്യമുള്ളത്, അതുപോലെ പുളി ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ അധികം ലൂസാകാണ്ടിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തൈരും അരപ്പും എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് ഈ സമയത്ത് ആവശ്യമായ ഉപ്പുണ്ടെങ്കിൽ നമുക്കതും കൂടി ആഡ് ചെയ്യാം കേട്ടോ. നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇത് ലാസ്റ്റ് താളിച്ചെടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വറ്റൽമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക.
നമ്മുടെ പച്ചടിയിൽ തളിച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി നല്ല കുമ്പളം പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതുവരെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ ബൈ. താങ്ക് യു ഓൾ.